അങ്കിള് വീട്ടിൽ പോയായിരുന്നു. ഫോട്ടോ എടുക്കില്ല, വീഡിയോ. ഫോട്ടോ ആർക്ക് വേണം? ന്യൂ മെക്സിക്കോ ടീം. അതെ, താങ്ക് യു കേട്ടോ പറഞ്ഞത് അതുപോലെ വരുന്ന പോലെയാണല്ലോ. അയ്യോ, വെൽക്കം വെൽക്കം. താങ്ക് യു സോ അതെ, അവിടെ ആൾക്കാരുണ്ട്, അവിടെ ആൾക്കാരുണ്ട്. അതെ, കൈകാര്യം ചെയ്തിട്ട് എന്റെ ഉത്തരവാദിത്തം ഞാൻ കൊണ്ടുവന്നു കേട്ടോ. എന്റെ ഉത്തരവാദിത്തം. Thank you, sister. Thank you. Thank you. Okay, sister. For you too. You're welcome to the convent. അവിടെ നിൽക്കുന്നവർക്ക് അകത്തേക്കാണ്. പിന്നെ വെൽക്കം. അതവിടെ തന്നെയാണ്. ഏരിയ കണ്ടായിരുന്നു, ചോദിച്ചു ഹലോ. ോഴികൾ
സ്നേഹമുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ച് വളരെയേറെ കാത്തിരുന്ന് ഒരുങ്ങിയ ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സന്യസ്തരുടെ സാന്നിധ്യവും അവരുടെ ശുശ്രൂഷയും എന്നും നമുക്ക് ദൈവ അനുഭവവും അതുപോലെ തന്നെ പ്രചോദനവും നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഭവനങ്ങൾക്ക് കൂടുതൽ കരുതലും ഇടവുകൾക്ക് കൂടുതൽ പ്രചോദനവും ആത്മീയമായ വളർച്ചയും അവരുടെ ശുശ്രൂഷകളിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ സ്വാധീനം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും അറിഞ്ഞവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്ക ദേവാലയത്തോട് ചേർന്ന് ഒരു സന്യാസിനി മന്ദിരം സ്ഥാപിക്കുകയും ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷ ലഭിക്കുകയും ചെയ്യുക എന്നുള്ള ആഗ്രഹം ഈ കമ്മ്യൂണിറ്റിക്ക് വളരെ നേരത്തെ തന്നെ രൂപപ്പെടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനായി അഭ്യുന്നത പിതാക്കന്മാരുമായി ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണം എന്ന നിലയിലാണ് ഇന്ന് ഈ സന്ധ്യയിൽ ഈ കോൺവെന്റിന്റെ കൂദാശ, അതിൻ്റെ ചാപ്പലിന്റെ കൂദാശയും അതുപോലെ തന്നെ ഈ കോൺവെന്റിന്റെ സ്ഥാപനവും ഇവിടെ നടക്കുന്നത്. അതിൽ ഇടവക സമൂഹം ഏറെ സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഈ കോൺവെന്റ് ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും അനുവാദം നൽകുകയും നിർദ്ദേശം നൽകുകയും ചെയ്ത അഭിയുന്നയ സ്തേഫാനോസ് പിതാവ് ഇന്ന് ഈ കോൺവെന്റിന്റെ കൂദാശാകർമ്മവും ചാപ്പലിന്റെ കൂദാശാകർമ്മവും നിർവഹിക്കുന്നു. പിതാവിന്റെ അനുമതിയോടുകൂടിയാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ അവസരത്തിൽ പിതാവ് ഇടവക സമൂഹത്തോട് കാണിക്കുന്ന വലിയ കരുതൽ, അതുപോലെ തന്നെ ഒരു സന്യസ്ത ഭവനത്തിലൂടെ ഇടവക സമൂഹത്തിൽ നൽകുന്ന വലിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പിതാവിനെ എല്ലാവരുടെയും നാമത്തിൽ ഈ കോൺവെന്റ് ചാപ്പലിന്റെ ബ്ലെസ്സിംഗിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. We have in our midst Reverend Sister Francisca Kearns. She's the vicar of religious of the Archdiocese of Galveston, Houston. Under her guidance, in the Archdiocese, the sisters have their mission and also they go forward with various mission activities. When we inform about the establishment of a convent, Sister Kearns, Sister Francisca was so happy and she was guiding us throughout the formation, the establishment activities. Dear Sister Francisca, we are so happy the whole day you are with us. That really inspires us and hearty welcome to our community. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം നമുക്കേറെ സന്തോഷം നൽകുന്നു. ഡാലസിൽ നിന്ന് ഡാലസ് സെന്റ് മേരീസ് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഏബ്രഹാം വാവോലിനെ പ്രത്യക്ഷൻ, അതുപോലെ നമ്മുടെ സമീപ ഇടവകയിൽ നിന്ന് ജ്ഞാനായ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ വികാരി ബഹുമാനപ്പെട്ട സുനി പരിചാലക്കയച്ചൻ, ഹോളി ഫാമിലി ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ, അതുപോലെ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് പ്രയറിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ബ്രദർ ജോസഫ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് സെയിൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ ജ്ഞാനായ കോൺഗ്രിഗേഷനിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ ന്യൂയോർക്കിൽ നിന്ന് വളരെ ദൂരത്ത് നിന്ന് ഇവിടെ ഈ കോൺവെന്റിന്റെ കൂദാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു വന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഓരോരുത്തരും, നമ്മുടെ ഇടവക സമൂഹ അംഗങ്ങൾ, ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വം വഹിക്കുന്നവർ, അതുപോലെ തന്നെ ഈ കോൺവെന്റിന്റെ കൂദാശയ്ക്ക് വേണ്ടി ഏറെ അധ്വാനിച്ച എല്ലാവരും, നമ്മുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം യാത്രയിൽ പങ്കെടുത്ത അംഗങ്ങൾ, അങ്ങനെ നമ്മുടെ ഈ കോൺവെന്റിനോട് ചേർന്ന് അതുപോലെ തന്നെ അയൽക്കാർ, അങ്ങനെ എല്ലാവരും ഇവിടെ ഈ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് പ്രാർത്ഥനയോടെ പിന്തുണ നൽകുന്നതിന് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ കോൺവെന്റിന്റെ ചാപ്പൽ ബ്ലെസ്സിംഗിലേക്കും കോൺവെന്റിന്റെ സ്ഥാപന ശുശ്രൂഷയിലേക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ദൈവത്തിന്റെ തിരുനാമത്തിൽ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ നമ്പുരാൻ പരിശുദ്ധൻ 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 വരുമല്ലോ ശാന. നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വിശുദ്ധിയെയും വിശുദ്ധരെയും സ്നേഹിക്കുന്നവനും പുണ്യവാന്മാരാലും പുണ്യമതികളാലും സംപ്രീതനും സകലത്തിലും അതിവിശുദ്ധനുമായ ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്കായി ഒരുക്കുന്ന അതിവിശിഷ്ടമായ ദാനങ്ങളെ പ്രതി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ മാലാഖമാർ വന്ദിക്കുന്ന നിന്റെ ഏകപുത്രനെ നീ ലോകത്തിലേക്ക് അയച്ച് പാപത്തിന് ദാസരായ ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി. ഭൂമിയിൽ മാലാഖമാരെ പോലെ നീതിയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നീ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. തിരുസഭയുടെ പുകഴ്ചയ്ക്കും നിന്റെ ദാസികളുടെ വാസസ്ഥലത്തിനുമായിട്ട് ഞങ്ങൾ ഇന്ന് ആശീർവദിക്കുന്ന ഈ സന്യാസിനി മന്ദിരത്തിന്റെ മേൽ നിന്റെ അനുഗ്രഹം ചൊരിയണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മോറൻ വാലോഹാലോൽമേ. എന്നാത്മാവിനെ നിങ്കൽ ഉയർത്തുന്നേ നാഥ. പ്രിയ നീ ആഴിയിൽ നിന്നും എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ.
പരിശുദ്ധനും മഹാവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നവനും സ്വരക്തത്താൽ ഈ ലോകത്തെ വിശദീകരിച്ചവനുമായ കർത്താവിന് സ്തുതി. ലോകരക്ഷിക്കായ തിരുസഭയെ സ്ഥാപിക്കുകയും അതിന്റെ ശുശ്രൂഷകളെ ബലപ്പെടുത്തുവാനായി ആചാര്യന്മാരെയും ദയരായക്കാരെയും കന്യാവ്രതക്കാരെയും തിരഞ്ഞെടുത്ത് പ്രതിഷ്ഠിച്ച ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. അവിടുത്തെ തിരുനാമമഹത്വത്തിനും തിരുസഭയുടെ പുകഴ്ചയ്ക്കുമായി ഈ സന്യാസിനി മന്ദിരം ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഹാബേലിന്റെ ആദ്യഫലം നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ധൂപം സ്വീകരിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ സന്യാസിനി മന്ദിരത്തിനു വേണ്ടിയും ഇതിൽ വസിക്കുന്നവർക്ക് വേണ്ടിയും കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥയാൽ ഈ സന്യാസിനി മന്ദിരത്തെ നീ ആശീർവദിക്കണമേ. നിന്റെ മണവാട്ടികളായ സന്യാസിനിമാർ വിശ്രമിക്കുന്നതിനും സംരക്ഷിതരാകുന്നതിനും ഈ ഭവൻ നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. ഇവിടെ വസിക്കുന്ന നിന്റെ മണവാട്ടികൾ സുഹൃതത്തിലും വിശുദ്ധിയിലും പരിപൂർണനും നിന്നോടുള്ള സ്നേഹത്തിൽ തീഷ്ണവതികളുമായി ഭവിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തികളെയും ഇവർ കീഴ്പ്പെടുത്തുമാറാകട്ടെ. സന്യാസപരമായ സുഹൃത നടപടികൾ കൊണ്ട് ഇവരെ അലങ്കരിക്കണമേ. യഥാർത്ഥ വിശ്വാസമാകുന്ന അടിസ്ഥാന പാറമേൽ ഇവരുടെ അന്തരംഗത്തെ ഉറപ്പിക്കണമേ. തികഞ്ഞതും പരിപൂർണവുമായ സ്നേഹത്തിന്മേൽ ഇവരുടെ ജീവിതത്തെ സ്ഥാപിക്കണമേ. ദൈവമായ കർത്താവേ, ക്ഷമാശീലവും പരസ്പര സ്നേഹവും നിന്റെ കൽപ്പനകൾക്ക് ഉത്തമമായ അനുസരണവും സുഹൃതങ്ങൾ പാലിക്കുന്നതിൽ ശ്ലാഘനീയമായ ഉത്സാഹവും ഇവർക്ക് പ്രദാനം ചെയ്യണം. സ്വർഗീയ മണവാള, നീ എഴുന്നള്ളി വരുമ്പോൾ ജാഗരൂകതയോടെ ഇവർ നിന്റെ തിരുമുമ്പായി കത്തുന്ന വിളക്ക് വഹിച്ചിരിക്കുന്നവരായി നിന്നെ എതിരേൽപ്പാൻ എപ്പോഴും ഇവർക്ക് സംഗതിയാക്കണമേ. ഈ ഭവനത്തിലെ സഹവാസം ഇവർക്ക് പ്രാർത്ഥനയ്ക്കും പുണ്യങ്ങളിലുള്ള വളർച്ചയ്ക്കും നിദാനമായി തീരണമേ. ഈ ഭവനത്തിൽ വസിക്കുന്നവർക്കും ഇവിടെ വന്നു പോകുന്നവർക്കും നിന്റെ സമാധാനവും കൃപയും നൽകണമേ. ഈ മന്ദിരത്തിന്റെ പണിയിൽ സഹകരിച്ച എല്ലാവരെയും നീ ആശീർവദിക്കണമേ. ഈ മന്ദിരത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളും തിരുനാമ മഹത്വത്തിനും ഉതകുന്നവയാക്കി തീർക്കണമേ. നസ്രത്തിലെ നിന്റെ ഭവനം പോലെ പ്രാർത്ഥനയും സ്നേഹവും ത്യാഗവും നിറഞ്ഞ ദൈവ ഭവനമാക്കി ഇതിനെ മാറ്റണമേ. പാപികളിൽ കനിവുള്ളവനും അനിതാപികളിൽ പ്രതിപ്പെടുന്നവനുമായ കർത്താവേ, ഞങ്ങളിൽ ദയതോന്നി ഞങ്ങളുടെ ധൂപവും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും വിശ്വാസികളായ പരേതർക്ക് പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഇപ്പോൾ ലേഖനത്തിലുള്ള വായന കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യോസ് 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരിക്കുമോ. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശുക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും.
ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധാത്മാവാണ്. ഈ ആലയം നിങ്ങൾ തന്നെ ബാധിക്കുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമെന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഈ ലോകവാസകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. സ്വർഗരാജ്യം വിളക്കമെടുത്ത മണവാളിനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കെടുത്തപ്പോൾ പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്ക് വീണെന്ന് ആർപ്പവിളി ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാവാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നിന്നുടെ പ്രാർത്ഥന മൂലം സൗമ്യൻ മോശ സമുദ്രം പ്രാർത്ഥന കേട്ടി പാപം മോചിച്ച് നീ വീണ്ടും പ്രവചനശക്തി അഭ്യർത്ഥിച്ചുളയിൽ വച്ചഭ്യർത്ഥിച്ചപ്പോൾ തീജ്വാലയിൽ നിന്നവരെ ദൈവം സംരക്ഷണ ചെയ്തു. വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവാദിദൈവവും കർത്താവുമേ, നിന്റെ ദാസരായ ഞങ്ങൾ ബലഹീനരും പാപികളും അയോഗ്യരെങ്കിലും ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനും കരുണാസമ്പൂർണനും തന്റെ സൃഷ്ടിയോട് സർവ്വദാനുകമ്പയുള്ളവനുമായ കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഈ സന്യാസിനി മഠം ഉപയോഗിക്കുന്ന എല്ലാവരിൽ നിന്നും കോപഫലമായ ശിക്ഷകളും പലതര രോഗങ്ങളും മഹാമാരിയും
സങ്കടകരമായ നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ ഉപദ്രവങ്ങളും നീ തടയണമേ. ദൈവമാതാവായ പരിശുദ്ധ മറിയാമിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും ദയവും ഉണ്ടാകുമാറാകണമേ. ആമേൻ. ഈ ജലം ആശീർവദിക്കപ്പെടുന്നു. തിരുനാമത്തിൽ ഈ സന്യാസിനി ഭവനം ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സോഫായാൽ എന്മേൽ തളിക്കണമേ. നിന്റെ ആനന്ദവും സന്തോഷമേ സന്തോഷിക്കും. എന്റെ ഈ മഠത്തിൻ്റെ കോൺവെന്റിൻ്റെ കൂദാശകരണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയും ഈ മഠത്തിനോട് ചേർന്ന ചാപ്പലിൻ്റെ കൂദാശകരണമാണ്. We have completed the blessing of the convent building. Now we have the blessing of the chapel. ദേവാലയ കൂദാശയുടെ ഏറ്റവും സുപ്രധാനമായ കർബഹായുടെ കൂദാശയുടെ ഒരു ലഘുരൂപമാണ് ഇന്നിവിടെ നടത്തുന്നത്. ഒരു പൂർണ്ണരൂപത്തിലുള്ള ചാപ്പൽ നമുക്ക് ഇല്ലാത്തതിനാൽ ഒരു താൽക്കാലിക ചാപ്പലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏത് ദേവാലയത്തിൻ്റെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് വിശുദ്ധ അൾത്താര ത്രോണോസാണ്, ബലിപീഠമാണ്. ആ ബലിപീഠത്തിൻ്റെ കേന്ദ്രമാണ് ഈ കബലീത്ത എന്ന് പറയുന്നത്. ഇത് കർത്താവിൻ്റെ ഖബറിടത്തിൻ്റെ പ്രതീകമാണ്. This is a symbol of the tomb of our Lord Jesus Christ. ഇത് സഭയിലെ പരിശുദ്ധ മൂറോൻ കുദാശയുടെ സമയത്ത് പിതാക്കന്മാര് പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്ത് എല്ലാ ത്രോണോസിലും പ്രതിഷ്ഠിക്കുന്നതാണ്. മൂറോൻ കൂദാശ ചെയ്യാത്ത ത്രോണോസുകളിലാണ് ഇത് ഈ തബലീത്ത പലക സൂക്ഷിക്കുന്നത്. ആദിമ ക്രൈസ്തവ സഭയിൽ അപ്പോസ്തലന്മാര് പെന്തക്കോസ്തയ്ക്ക് ശേഷമായിട്ട് ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും പോയപ്പോൾ അവരെ വിശുദ്ധ മൂറോൻ കൂദാശ ചെയ്ത് ബലിയർപ്പിക്കുവാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്ന ഈ യാഗപീഠമാണ് ഈ തബലീത്ത. അത് ചെറിയ ചാപ്പലുകളിൽ സഞ്ചാര മിഷണറിമാരുടെ യാത്രയിൽ ഒക്കെ ഉപയോഗിക്കുന്നു. നമ്മുടെ ഈ ചാപ്പൽ താൽക്കാലികമായതിനാൽ ഇന്ന് വലിയ കൂദാശ നടത്തുന്നതിന് പകരമായിട്ട് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഒന്നിച്ചേർന്ന് കൂദാശ ചെയ്ത ഈ തബലീത്ത പലകയാണ് ഈ ചാപ്പലിൽ പ്രതിഷ്ഠിക്കുന്നത്. അഥവാ
ഈ മഠത്തിൽ നിന്ന് മറ്റൊരു മഠത്തിലേക്ക് മാറുകയാണെങ്കിലോ യാത്രാവേളയിലോ ഒക്കെ ഈ തബലീത്ത മാറ്റി നമുക്ക് പ്രതിഷ്ഠിക്കാവുന്നതാണ്. ഇത് ന്യൂയോർക്കിലെ അരമന ചാപ്പലിരുന്ന തബലീത്തയാണ്. നമ്മുടെ പിതാക്കന്മാർ കർദിനാൾ തിരുമേനി, തോമസ് പിതാവ്, യൂസിഫിസ് പിതാവ് കഴിഞ്ഞ ആഴ്ച വരെയും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചാപ്പലിലെ തബലീത്ത പലകയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത്ര പ്രാധാന്യമുള്ള ഒരു തബലീത്ത പലകയാണ് ഇത്. കുദാശ ചെയ്യപ്പെട്ട സന്ദർഭവും സമയവും ആണ് ഇത് സുറിയാനി ഭാഷയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുദാശയുടെ മർമ്മപ്രധാനമായ ഭാഗം ചാപ്പലിൽ വെച്ച് ഇപ്പോൾ നടത്തുന്നതാണ്. നമ്മൾ കാർമ്മികരും അത്യാവശ്യമുള്ള സിസ്റ്റേഴ്സും ചാപ്പലിലേക്ക് പോകുന്നു. ബാക്കിയുള്ളവർ ഇവിടെ തന്നെ നിലകൊള്ളുക. എല്ലാവർക്കും അവിടെ നിൽക്കാനായിട്ട് സൗകര്യമില്ലല്ലോ. ഏകജാതനായ പുത്രനെയും പരിശുദ്ധ റൂഹായെയും നിരന്തരം ശുശ്രൂഷിക്കുന്നവരും സ്വർഗീയ സഭയിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യാജന്മാരുടെ സാദൃശ്യത്തിൽ ഭൂമിയിലെ നാനാഭാഗങ്ങളിലും ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നിനക്ക് തിരുവിഷമുണ്ടായപ്പോൾ ഉണ്ടായല്ലോ. ഇതിലെ ഗോചരവും ചിന്തയുമായ സകല സൃഷ്ടികളുടെയും നാഥനായ കർത്താവേ, ബഹുമാനമുള്ള നിന്റെ തിരുനാമത്തെ ആരാധിക്കുവാനായി സ്ഥാപിതമായിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ നീ ആവശ്യിച്ചതിനെ ശുദ്ധീകരിക്കുവാൻ തിരുവിഷ്ടമുണ്ടാകണമേ. ഈ പ്രാർത്ഥനാലയത്തിൽ നിന്നെ വിളിക്കുന്നവരുടെ യാതനകൾ അവരുടെ സുഹൃത്തിനായി തീരുവാൻ നീ കൃപ ചെയ്യണമേ. അവർ സൽപ്രവൃത്തികളാൽ നിന്നെ ശുശ്രൂഷിക്കുന്നവരും കുർബാന അർപ്പിക്കുന്നവരും പരിജ്ഞാനം കൊണ്ടും അക്ഷയത്വത്താലും പ്രകാശിപ്പിക്കപ്പെടുന്നവരുമായി തീരണമേ. പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശുദ്ധാബലികൾ സമർപ്പിക്കുന്നതിനും സൗഖ്യത്തിനു വേണ്ടി യാചിക്കുന്നതിനും പിഴകളിൽ നിന്ന് വിമുക്തമായി രക്ഷ കണ്ടെത്തുന്നതിനും വിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നതിനും ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നൽവരം നൽകണമേ. അവരുടെ സങ്കടങ്ങൾ നീക്കി അവരെ സന്തോഷിപ്പിക്കുകയും സൽപ്രവൃത്തികൾ വഴിയായി പുണ്യവും സമ്പാദിക്കുകയും തന്നിമിത്തം സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരുകയും ചെയ്യണമേ. അതുമൂലം ഈ സ്ഥലത്ത് നീ എഴുന്നള്ളിരിക്കുന്നുവെന്ന് സകല ജാതികളും അറിയുവാനും ഇവിടെ വന്ന് നിന്നെ ആരാധിക്കുവാനും സത്യമായി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ദൃഢമായി വിശ്വസിക്കുവാനും ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നതെന്നാൽ ഞങ്ങളുടെ വായുടെ വചനത്തെ നീ പൂർണ്ണമാക്കുകയും എവങ്കേലിയോനെടുത്ത വചനം അധിവസിച്ച് പ്രവർത്തിക്കുകയും ഈ സ്ഥലത്ത് സംഭവിക്കുന്ന സകല പ്രവൃത്തിയിലും വചനത്തിലും താല്പര്യമായി ഉത്സാഹിക്കുകയും ചെയ്യുവാനായിട്ട് സകലത്തിലും പരിശുദ്ധനുമായി നിന്റെ റൂഹായുടെ വാഗ്ദാനത്തെ നീ പരിപൂർണമാക്കുകയും ചെയ്യണമേ. ആയത് ഞങ്ങളുടെ കർത്താവ് ദൈവവും രക്ഷകനുമായ യേശുമിശിഹായാകുന്ന നിന്റെ ഏകപുത്രന്റെ കൃപയാലും കരുണയാലും മനുഷ്യ സ്നേഹത്താലും തന്നെ തന്നോടുകൂടെ സകലത്തിലും പരിശുദ്ധനും നല്ലവനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് സമത്വമുള്ളവനുമായ നിന്റെ റൂഹായോടുകൂടെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമായ മിശിഹാതമ്പുരാനെ, നിന്റെ മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഈ ചാപ്പലാരുടെ നാമത്തിൽ സ്ഥാപിക്കുന്നുവോ ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെയും ഈ ചാപ്പലിനെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. തലവോലം ഞങ്ങളുടെ ദൈവമായ കർത്താവശിഹാതമ്പുരാനെ, നിന്റെ മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്റെയും വിശുദ്ധന്മാരുടെയും ഈ പള്ളിയാട് നാമത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നുവോ ഫ്രാൻസിസ് അസീസിയുടെയും പ്രാർത്ഥനകളാൽ ഈ മദ്ബഹായെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ഓലം ഇതിന്മേൽ ദൈവിക കുദാശകളും കുർബാനകളും നടത്തുകയും യാഗങ്ങൾ കരയറ്റപ്പെടുകയും തക്കവണ്ണം ഈ മേശ വരയ്ക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നു. This table is marked, sanctified and sealed and confirmed to offer divine kurbanos and the adorations and the sacred mysteries upon it. Vashmodabo Hayo Kadisho Lahai Dalo ഇതിന്മേൽ ഞങ്ങളുടെ വിശ്വാതമ്പരാനെ നിന്റെ മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഈ ചാപ്പലാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. ആ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ ചാപ്പലിനെയും ഈ ചാപ്പൽ വാതിലിനെയും ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ വിശുദ്ധ തിരുനാമത്തെ വിളിപ്പാനായി ഞങ്ങളെ നിയോഗരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുകയും ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശത്രുവിന്റെ സകല കൗശലത്തിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കുകയും നിന്നിൽ നിന്നുള്ള വാഴ്വരായി ദേവാലയത്തെ ചാപ്പലിനെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സ്തോത്രോച്ചാരണത്താൽ ഇതിനെ കാത്തുകൊള്ളണമേ. ദൈവീയമായതിന്റെ പ്രമാണത്താലും ആത്മീയമായതിന്റെ ശുശ്രൂഷയിലും ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. ഭയങ്കരങ്ങളും സ്വർഗീയങ്ങളുമായ നിന്റെ കൂദാശകൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇത് വിശുദ്ധാലയമായി തീരുവാനായി ഇതിനെ നിർമ്മിച്ചവരെയും നിന്റെ തിരുനാമബോധത്തിനായി ഇതിനെ സ്ഥാപിക്കുകയും ചെയ്ത പ്രകാരം സൂക്ഷ്മതയോടുകൂടി ഇതിനെ കാത്തുകൊണ്ട് ഇതിൽ വസിക്കുകയും ചെയ്യുമാറാകണമേ. ഇവിടെ നിന്ന് നിന്നോട് അപേക്ഷിക്കുന്ന ആചാര്യന്മാരുടെ പ്രാർത്ഥനയാൽ നിന്റെ പരിശുദ്ധ റൂഹായുടെ ശക്തി മൂലം ഇത് ശക്തമായ കോട്ടയായി തീരണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുള്ളവേ, ബഹുമാനമുള്ള നിന്റെ തിരുനാമം അനുഗ്രഹിക്കപ്പെടുമാറാകണമേ. ഹോശോ പരിശുദ്ധനും വിശുദ്ധന്മാരിൽ അധിവസിക്കുന്നവരും ആദ്യമേ ഈ ദീർഘശിമാരുടെ മഹത്വവും ശ്രീകന്മാരുടെ പ്രശംസയും സഹോദരന്മാരുടെ കിരീടവും നീതിമാന്മാരുടെ സന്തോഷവും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള അവരുടെ ശരണവും ആകുന്നുവല്ലോ. കർത്താവേ, നിന്റെ പരിശുദ്ധരുടെ ഓർമ്മയെ ആത്മീയ പ്രകാരം നിവർത്തിക്കുവാനും നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരെ സ്നേഹിക്കുവാനും ദൈവാസനത്തിന് വേണ്ടിയുള്ള അവരുടെ വൈരാഗ്യത്തിൽ സാദൃശ്യപ്പെടുവാനും വേണ്ടി ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. നിന്നെ മഹത്വപ്പെടുത്തുന്നവരെ മഹത്വപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടിയും അവർ സ്ഥാനപതികളും പ്രാർത്ഥിക്കുന്നവരുമായി തീരണമേ. അവരെ നീ കൈക്കൊള്ളണമേ. അവരോടുകൂടെ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ പങ്കുകാരും ഓഹരിക്കാരും ആകുവാനും സംഗതിയാക്കണമേ. എന്നാൽ നീ കാരുണ്യവാനും മനുഷ്യ സ്നേഹിയുമായ ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് പ്രീതികരവും ഞങ്ങളുടെ അപേക്ഷകൾ നിന്നെ നിർബന്ധിക്കുന്നവയും ഞങ്ങളുടെ ശുശ്രൂഷകൾ നിന്നെ ബഹുമാനിക്കുന്നവയുമായി തീർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയും സ്നേഹവും സഹായവും കൃപയും സകല ദൈവിക ദാനങ്ങളും ഈ മന്ദിരത്തിലും ഈ ചാപ്പലിലും ഞങ്ങളെല്ലാവരോടുകൂടിയും സദാ ആവസിച്ച് വർഷിക്കപ്പെട്ട് അധിവസിക്കുമാറാകണമേ. എന്നാൽ സ്തുതിയുടെ രാജമകൾ ൂയാവിൻ വലഭാഗേ രാജഭാമിനിയും ജനമ
മറിയാമിൻ ഓർമ്മ ദൈവാംബിക കന്യ മറിയാമിന്നായി പരിമള ധൂപ ചുരുൾ വായുവിനുയരുന്നു നയവാൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ ഈ മന്ദിരം വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ മാധ്യസ്ഥത്തിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പോലിംഗും മോർ ഫ്രാൻസിസ് അസിസി പ്രാർത്ഥനയും സമയമീതല്ലോ ഓ മോർ ഫ്രാൻസിസ് മേരിമക്കൾ സമൂഹത്തിലെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലിനച്ഛനെയും അതുപോലെ ഈ സന്യാസിനി സമൂഹത്തിൽ ഏതാണ്ട് 200ഓളം സന്യസ്തര് സ്വർഗയാത്രയായി സ്വർഗത്തിലിരുന്നു കൊണ്ട് ശുദ്ധതയോടുകൂടി ഈ സമൂഹത്തിനും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധന്മാരെ നിങ്ങൾ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സന്യാസിനി മന്ദിരത്തിന്റെ കുദാശകർമ്മത്തിൽ പങ്കുചേർന്ന നിങ്ങളെയും ഈ മന്ദിരത്തിന് നിയോഗങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറവുള്ളവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും സമർപ്പണ ശുശ്രൂഷകളും കൂദാശാ ശുശ്രൂഷകളും അങ്ങേ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഷേമാബോ വബ്രോ റൂഹോ കാദീശോ
Osho abukul shubalolmi. Amen. Kurielaison, Kurielaison, Kurielaison. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കോൺവെന്റിന്റെയും അതുപോലെ കോൺവെന്റ് ചാപ്പലിന്റെയും കൂതാശകർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കോൺവെന്റ് ഇവിടെ ഹ്യൂസ്റ്റണിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ കോൺവെന്റിന്റെ ഉദ്ഘാടന കർമ്മം അഭിനന്ദ പിതാവ് തിരിതെളിച്ച് നിർവഹിക്കുന്നു. അതിന് മുന്നോടിയായി പ്രത്യേകമായി നമുക്ക് മേരി മക്കൾ ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രിഗേഷന്റെ മദർ ജനറൽ ബഹുമാനപ്പെട്ട മദർ ലിഡിയ, അതുപോലെ തന്നെ സെയിന്റ് മേരീസ് പ്രൊവിൻസിന്റെ പൊങ്ങോട് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട മദർ അഞ്ജലി എന്നിവരെ പ്രത്യേകം നമ്മൾ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മദർമാരുടെ പ്രത്യേകമായ നിർദ്ദേശവും അനുമതിയും നമ്മുടെ ഈ കോൺവെന്റിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോൺവെന്റിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ചെറുതും വലുതുമായി സഹകരണം നൽകിയോ അവരെയൊക്കെ പ്രത്യേക നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. തിരിതെളിക്കുന്നതിന് വേണ്ടി ദയവായി പേര് വിളിക്കുന്നതനുസരിച്ച് കൊണ്ടുവരാം. പിതാവ് ബഹുമാനപ്പെട്ട ഈ കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, സിസ്റ്റർ ഫ്രാൻസിസ്ക പ്ലീസ് കം ഫോർവേഡ്. ബഹുമാനപ്പെട്ട വൈദികരെ മുമ്പോട്ട് വരാമോ പ്ലീസ്. പ്രിയപ്പെട്ട ഐസകസിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ICACHന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഐസകസ് മുമ്പോട്ട് വരാമോ. സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവകയുടെ സെക്രട്ടറി ട്രസ്റ്റി എന്നിവർ ദയവായി മുമ്പോട്ട് വരാം. സിസ്റ്റർ ഫ്രാൻസിസ്, all of the DM sisters and all the sisters join. Just be around the line. St. Joseph sisters also can be. Yeah. Brother Joseph. ബാക്കിയെല്ലാം അടുത്തിരിക്കാൻ പറ്റും. ഒരു പശ്ചാത്തല ശക്തിയൊന്നും വേണ്ട. വെളിവു നിറഞ്ഞോ ഇനി സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇരിക്കാം. വളരെ ലളിതമായ ഒരു മീറ്റിംഗ് ആണ്. അഭിനന്ദ പിതാവ് കോൺവെന്റിനെ കുറിച്ചും ഇതിന്റെ സ്ഥാപനത്തെ കുറിച്ചുമുള്ള ഉദ്ഘാടന പ്രസംഗം ചുരുങ്ങിയ വാക്കുകളിൽ മെത്രാന്മാരുടെ കയ്യിൽ മൈക്ക് കിട്ടിയാൽ അത്ര ചുരുക്കമായി പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. എന്നാലും
അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നതിന്റെ ഫയറായിരുന്നു. Thank you, sir. First of all, I wish to extend hearty congratulations to the DM congregation for having this house as your convent dedicated and inaugurated today. On behalf of all of us gathered here in the Quarter Party, I extend you heartiest congratulations for this evening. I'm very glad that Sister Francisca is here representing the Archdiocese as in charge of the Vicar for Religious here. Sister, we appreciate your presence and we look forward to your patronage to these sisters. God bless all your ministries here. I appreciate your valuable presence here, the members of our community, of our parish, the neighborhood, and all other friends and well-wishers who are present here. You mean a lot. Thank you very much for your precious presence. I would like to express our profound gratitude to the Mother General, Mother Lydia, and the Provincial Superior, Sister Anjali. They are in Trivandrum. Due to the COVID, they are not able to come over here and attend this session. But our party and this community wish to communicate our profound gratitude, wisdom. As you all know, Daughters of Mary as a congregation started in the Malankara Catholic Church under the leadership of Most Reverend Servant of God, Kunyal Achan. He is praying for you from heaven now and blessing you and your great mother, the co-founders of this congregation. We remember them all in deep gratitude. These Daughters of Mary was instituted as a missionary congregation. They have the charism of evangelization, reunion, family empowerment, education, especially education of girls and women. We know that the present Diocese of Marthandam is the result of the missionary work of Daughters of Mary. They have reached out to the marginalized, to the downtrodden, the poor and the needy. And I have heard the sacrificial stories, how the sisters were engaged in missionary activities in the villages and the remotest place in Tamil Nadu, Kerala and different parts of the world. At present there are about more than 1,200 sisters serving all over the world, and the 2 sisters at present we have now, we hope to have more sisters to join in the group. It's only an iconic presence of the DM sisters here. And I am hopeful that they will be able to fulfill their charism here in this place with new dedication and enthusiasm. This parish
has been requesting our bishops to have the service of the sisters in our community. They have been requesting my predecessors, and as Father Vinny arrived here, he has been pressurizing me to have such a convent here. So therefore, as the first opportunity arose, the DM sisters expressed their desire to have a new convent in this area. In anywhere of the texts, I said, Houston would be the priority in our eparchy. So they consented to our proposal, and finally, that great dream of this community and its past leader, Father Vinny, came into reality. Thank you very much, sisters, for your disposition and decision. I am sure that their presence and their leadership will be a great blessing to all of us, to our young people, especially young women, married couples, families. And the service will be very beneficial for our faith formation, for the youth apostolate, family apostolates. Today, we have authorized them and installed them to be the extraordinary ministers of Eucharist in our parish. Thereby, they will be able to distribute Holy Communion within our parishes and take Holy Communion to the needy in the hospitals and in families. So you have immense possibilities here. At the same time, you have immense challenges. We know that you're involved in your work. To share. I always like to remember that our mission is the mission of God. We do it maybe in very limited, small sections. And of course, I'm very happy that the sisters are here, because what I know, when sisters visit families, it's easy to talk to them. And then they make the connections. It might be resources for social health, or physical health, or mental health, and especially for spiritual health. So I want to say thank you for supporting the sisters. I can feel they had a warm welcome, even from myself. And to thank the sisters, because I know it'd be a blessing. There's something that happens in the parish when the sisters are there. It makes us more the family of God. And I was talking with Bishop today that we're excited. We're going to have this synod. But in some ways, the ministries of the sisters, as they visit families and listen and respond, they're living the synod already. So I just want to wish them every blessing. I'm glad to meet the other sisters and brothers here also. And we're all blessed because we're God's family. Thank you very much. അഭിമന്യ തിരുമേനി, ഒന്നിരായ വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഈ അനുഗ്രഹിക്കപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ ദൈവം ഭാഗ്യം നൽകിയ പ്രിയ വിശ്വാസ സമൂഹമേ, ഹ്യൂസ്റ്റണിന് ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. So I'm very glad to be here representing 18 churches. They are from Kerala. ഇതിനകത്ത് കാത്തലിക് ചർച്ചുണ്ട്, ഓർത്തഡോക്സ് ചർച്ചുണ്ട്, പർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ, ഈ സഭകളുടെയൊക്കെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട്. 2 വർഷം മുമ്പ് തിരുമനസ് ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു ക്രിസ്മസ് സന്ദേശം നൽകിയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ സന്തോഷം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട
കോൺവെന്റിന് ഒരു പേരിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ സംഘടിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കൂട്ടായ്മ ആചരിക്കുന്ന സിസ്റ്റേഴ്സിനെ തിരുമനസ്സും നിങ്ങളൊക്കെ കേട്ട രീതിയിൽ ഒരു പേര് വിളിക്കുന്നത് കേട്ടു. എന്താ പേര്? ഡോട്ടേഴ്സ് ഓഫ് മേരി. We all are daughters of Mary, but they are special daughters of Mary, and they are having some duties to perform, not for them but for the society. So that is the important thing. ത്രിവേണി കോൺവെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു. അതിനകത്തുണ്ടെല്ലാം സമൂഹത്തിന്റെ സമഗ്രമായ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവരാണ് സന്യസ്തർ. അപ്രകാരം ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവകൃപയിൽ അനുരൂപമായി ജീവിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ചാലഞ്ചിങ് തിങ്. കാണുമ്പം വെള്ള വസ്ത്രമുണ്ട്, നല്ല തലയിൽ വെയിലൊക്കെ ഉണ്ട്. ആ സിസ്റ്ററിനെ ഞാൻ ശ്രദ്ധിച്ചു. പ്രായം ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി മുമ്പിലുണ്ടെങ്കിലും വിനയപൂർവ്വം, മദറാണോ സിസ്റ്ററാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, സിസ്റ്ററാണ് അവിടെ നിൽക്കുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവം, ആ ഭാവമാണ് അവരെ ആ പേരുകാരാക്കി മാറ്റുന്നത്. സിസ്റ്റേഴ്സ് എന്ന് വിളിക്കാനും ഡോട്ടേഴ്സ് ഓഫ് മേരി എന്നൊക്കെ വിളിക്കാനുള്ള സംബോധന ലഭിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ബിനിയച്ചന്റെ കാലഘട്ടത്തിൽ, പറഞ്ഞു മുൻപ് പലരും ഇത് ആവശ്യപ്പെട്ടെങ്കിലും അച്ഛന്റെ കാലഘട്ടത്തിൽ ഇത് അനുഗ്രഹീതമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൽ ഞങ്ങൾ വൈദികരെല്ലാം സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭ്യമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഈ ഹ്യൂസ്റ്റൺ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ജാതി മത ഭേദമന്യേ എല്ലാ സംസ്കാരത്തിലും ജീവിക്കുന്നവർക്ക് നന്മയ്ക്കൊരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദന തിരുമനസ്സിനോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ദൈവം ഭാഗ്യം തന്നതിൽ സന്തോഷിക്കുന്നു. ബിന്യച്ചൻ സിസ്റ്റേഴ്സും അതിനെ ക്ഷണിച്ചതിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്നെക്കാളും നന്നായി സംസാരിക്കേണ്ടുന്ന വൈദികർ ഇവിടെ ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന്, പ്രത്യേകിച്ച് സുനിയച്ചൻ വളരെ ബുദ്ധിമാനാണ്. എല്ലാ കാര്യവും അച്ഛൻ ഇരുന്ന് കൃത്യമായിട്ട് ചെയ്യും. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ കോൺഗ്രിഗേഷൻ അച്ഛൻ്റെയാണ്, ഒറ്റ അച്ഛനാണ്. ബാക്കി പല പള്ളിയിലും 2-3 അച്ഛന്മാരുണ്ട്. പക്ഷെ സുനിയച്ചന്റെ പള്ളിയിൽ അച്ഛൻ ഒറ്റയ്ക്കാണ്. ഏറ്റവും വലിയ പള്ളി അച്ഛൻ ഭംഗിയായിട്ട് നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വൈദികരെയും ബ്രദറിനെ ഞാൻ ഇവിടെ കണ്ടു. അദ്ദേഹത്തെയും ഒക്കെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ആശംസ പ്രസംഗങ്ങളിൽ ഒന്നുകൂടിയാണുള്ളത്. അതിനുശേഷം സിസ്റ്റർ നന്ദി പറയും. ആദരണീയരായ മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഹൂസ്റ്റണിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺവെന്റിന്റെ ഈ പ്രവർത്തനത്തിന് മലയാളി അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തനം നമുക്കറിയാം. മിഷണറി അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. സമൂഹത്തിൽ ആവശ്യമുള്ളവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഇവർ ഹൂസ്റ്റണിലും നമുക്ക് നിരാലംബരായ ധാരാളം ആൾക്കാർ ഉണ്ട്. അവർക്കെല്ലാം പലവിധ സഹായങ്ങളും പല ഘട്ടങ്ങളിലും ആവശ്യമായിട്ട് വരും. ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചാരിറ്റി പ്രസ്ഥാനമായിട്ട് ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൂസ്റ്റൺ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റന്റെ എല്ലാവിധ സഹായങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതുപോലെ എന്നെ സംസാരിക്കാൻ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും അച്ഛനോടും എൻ്റെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അഭിമന്യ പിതാവേ, സിസ്റ്റർ ഫ്രാൻസിസ്ക, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ഇടവാങ്ങളെ, സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ വഴികൾ എത്രയോ സുന്ദരവും വിസ്മയവുമാണെന്ന് അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ 4-5 മാസങ്ങൾ. ടാഗോർ പാടിയതുപോലെ
ഞാൻ അറിയാതെ തന്നെ എൻ്റെ വഴികൾ ദൈവം എത്രയോ സുന്ദരമാക്കി. ഈ ഭവനം ഇവിടെ സ്ഥാപിതമാകുവാൻ ദൈവം തന്ന എല്ലാ നല്ല സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒന്നുചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭവനം ഇവിടെ ലഭിക്കാനായിട്ട് ഞങ്ങൾ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിരുന്നു. ഈ സമയത്ത് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തെയും ഞങ്ങൾ ഓർത്ത് നന്ദി പറയുകയാണ്. ഈ പ്രദേശത്ത് ഈ കോൺവെന്റ് സ്ഥാപിതമായതിന്റെ പിന്നിൽ അഭിമന്യ പിതാവിന്റെ ഉറച്ച തീരുമാനവും വലിയ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. കാരണം മേരിമക്കൾ സന്യാസിനി സമൂഹത്തിന് ഒരു ഭവനം കൂടി ടെക്സാസ് സ്റ്റേറ്റിൽ തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു ആവശ്യകത വന്നപ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം അഭിമന്യ പിതാവിനെയാണ് ഈ കാര്യം അറിയിച്ചത്. അപ്പോൾ പിതാവ് പറഞ്ഞത്, നിങ്ങൾ ഒരാഴ്ച ഞാനും പ്രാർത്ഥിക്കാം, അതിനുശേഷം നമുക്ക് തീരുമാനമെടുക്കാമെന്ന്. ഒരാഴ്ച കഴിഞ്ഞ് പിതാവിനെ വിളിച്ചപ്പോൾ പിതാവ് പറഞ്ഞത്, നിങ്ങൾ കോൺവെന്റ് തുടങ്ങേണ്ടത് ഹ്യൂസ്റ്റൺ പ്രദേശത്താണ്. അവിടെയുള്ള ആൾക്കാരാണ് എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ബഹുമാനപ്പെട്ട ബിനിയച്ചനും എന്നോട് സിസ്റ്റേഴ്സിന്റെ ഇവിടുത്തെ പ്രസൻസിനെ കുറിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹ്യൂസ്റ്റൺ പ്രദേശത്ത് കോൺവെന്റ് തുടങ്ങാനായിട്ട് പിതാവ് ആവശ്യപ്പെട്ടു. ആ നിമിഷം മുതൽ ഇപ്പോൾ വരെ പിതാവിന്റെ വലിയ പ്രാർത്ഥന, അതുപോലെ തന്നെ പിതാവിന്റെ വലിയ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ആദ്യം കാലെടുത്ത് കുത്തിയത് അഭിമന്യ പിതാവിന്റെ കൂടെയാണ്. അത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ പിതാവ് ബ്ലെസ്സിങ് നടത്തി. അതിനുശേഷവും ഇപ്പോൾ വീണ്ടും പിതാവ് ഇവിടെ വന്നു, വീണ്ടും വിപുലമായ ബ്ലെസ്സിങ് നടത്തി, ചാപ്പൽ ഡെഡിക്കേഷൻ നടത്തി. പിതാവിന്റെ വലിയ നിർദ്ദേശവും പ്രാർത്ഥനയും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. എപ്പോഴും പിതാവ് ഞങ്ങൾ എപ്പോഴൊക്കെ ഹ്യൂസ്റ്റണിലുണ്ടോ അപ്പോഴൊക്കെ പിതാവും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പിതാവിനോട് പറയുമായിരുന്നു, പിതാവ് എന്നാ പിന്നെ ഇവിടെ സിസ്റ്റേഴ്സുമായി അച്ഛനായി അരമനയായി എന്താ ഒരു അരമനയോട് ഇവിടെ ഇവിടെ തണുപ്പും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിതാവിന്റെ വലിയ എപ്പോഴും ഞങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പിതാവെ ഇവിടെ ഈ ഹ്യൂസ്റ്റൺ പ്രദേശത്ത് ഒരു കോൺവെന്റ് തുടങ്ങാൻ പിതാവ് എടുത്ത വലിയ തീരുമാനത്തിന്, അതിന്റെ പിന്നിൽ പിതാവ് ഞങ്ങൾക്ക് ചെയ്ത സപ്പോർട്ടിന് മേരിമക്കൾ സന്യാസിനി സമൂഹത്തിന്റെ പേരില് ഞങ്ങളുടെ ഈ ഭവനത്തിന് സിസ്റ്റർ ശാന്തിയുടെ എന്റെ പേരില് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. Next, I would like to thank Reverend Sister Francisca, Vicar for Religious. Thank you for joining for this special occasion. Your presence and support is very important to us. In the name of the Daughters of Mary congregation, I thank you for being with us. Thank you, Sister Francisca. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ആരെയും അറിയില്ലായിരുന്നു, എങ്കിലും ബിനിയച്ചൻ തന്ന ലിസ്റ്റിൽ വെച്ച് ഞങ്ങൾ എല്ലാവരെയും വിളിച്ച എല്ലാവരും തന്നെ എപ്പോഴെങ്കിലും 9 മണിയുള്ള സമയത്ത് വരാമെന്ന് പറഞ്ഞു. കുറെ പേര് ഈ ബ്ലെസ്സിങ്ങിന് തന്നെ പ്രസന്റ് ആയിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഡാളസിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ബഹുമാനപ്പെട്ട എബ്രഹാം ബാവലി മേപ്പർത്തച്ഛനോട് എത്തി. അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ കനാനായ സഭ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് ബഹുമാനപ്പെട്ട സുനിയച്ചൻ ഇവിടെയുണ്ട്. അതുപോലെ ജോയി അച്ഛൻ, മറ്റു വൈദികര് ബ്രദർ ജോസ്, അതുപോലെ സീറോ ജോണിക്കുട്ടി അച്ഛൻ, കെവിൻ അച്ഛൻ, അവരെല്ലാവരും പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഓരോരുത്തരും നന്ദിയോടെ ഓർക്കുമ്പോൾ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഐസക് അച്ഛനെ ഞങ്ങൾ ഓർക്കുകയാണ് നന്ദിയോടുകൂടി. അച്ഛനെ വിളിച്ചപ്പോൾ ഉടൻ തന്നെ അച്ഛൻ പറഞ്ഞു, ഞാൻ സിസ്റ്റർ ബ്ലെസ്സിങ്ങിന് വന്നുകൊള്ളാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പ്രത്യേകം പറയുകയും കൃത്യസമയത്ത് തന്നെ അച്ഛൻ വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും ഫ്രാൻസിസ്കൻ സഭയിലെ ബ്രദേഴ്സിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന MSMI സഭയിലെ സിസ്റ്റേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിന്റ് ജോസഫ് സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, ഞങ്ങളിവിടെ
വരുന്നു എന്ന് അറിഞ്ഞപ്പം മുതൽ സിസ്റ്റേഴ്സ് 2 കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് പലതവണ വിളിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ഞങ്ങളോട് ചോദിക്കുകയും വേണ്ട സപ്പോർട്ടും പ്രാർത്ഥന എപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രസൻസിന് പ്രത്യേകം നന്ദി. അതുപോലെ ഞങ്ങൾ വന്ന സീറോ മലബാർ ചർച്ചിലെ പ്രതിനിധിയായിട്ട് മാധുക്കുട്ടി ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പോയോ എന്ന് അറിയത്തില്ല. പ്രത്യേകം നന്ദി പറയുന്നു. DM സിസ്റ്റേഴ്സ് ന്യൂയോർക്കിൽ നിന്നും വന്നിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ഈ USA കോർഡിനേറ്റർ സിസ്റ്റർ ലീനസ്, സിസ്റ്റർ ആഗ്നസ്, സിസ്റ്റർ ആശിഷ്, സിസ്റ്റർ ഗ്രേസ്ലെറ്റ്, എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞങ്ങളുടെ ഈ ട്രാൻസ്ഫർ യാത്രയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട്, പ്രാർത്ഥന ഒത്തിരി വലുതാണ്. അതൊരിക്കലും സിസ്റ്റർ ശാന്തിയും ഞാനും മറക്കുകയില്ല. എപ്പോഴും വിളിക്കുകയും അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് തരികയുണ്ടായി. അതോടൊപ്പം തന്നെ അവർ ഇന്നലെ തന്നെ വളരെ ജോലി തിരക്കുണ്ടായിരുന്നതും സിസ്റ്റർ ലീനസ് അടുത്തിടെ നാട്ടിൽ പോയിട്ട് വന്നിട്ടും ഓഫ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഇവിടെ കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പേര് നന്ദി പറയുന്നു. ഈ കോൺവെന്റ് ഇവിടെ ഇന്ന് ബ്ലെസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ബഹുമാനപ്പെട്ട ബിന്നി അച്ഛനും ഈ ഇടവകങ്ങളുമാണ്. കാരണം നമ്മുടെ പിതാവും അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ ഈ ഹ്യൂസ്റ്റൺ ഇടവകങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചു ഈ ഇടവകയിൽ സിസ്റ്റേഴ്സിന്റെ പ്രസൻസിന് വേണ്ടിയിട്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇവരുടെ കൂടെ എവിടെ യാത്രയ്ക്ക് പോയാലും ആദ്യം ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പൊ പറയും ഡിട്രോയിറ്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ പറയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? 4 പേരുണ്ടെന്ന് പറയുവാണെങ്കിൽ പറയും എന്നാൽ 2 പേര് ഹ്യൂസ്റ്റണിലോട്ട് വരാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം എപ്പോ എവിടെ വെച്ച് കണ്ടാലും നിരന്തരം ഞങ്ങളോട് ചോദിക്കുകയും നിങ്ങൾ ഇങ്ങോട്ട് വരാമോ എന്ന് ആവശ്യപ്പെടുകയും എപ്പോഴും ഞങ്ങൾ ചെയ്തിരുന്നു. അത് ഞങ്ങൾക്ക് വീണ്ടും മനസ്സിലായി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറെ അമ്മമാർ ഓടി വന്ന് പറഞ്ഞു, സിസ്റ്റേഴ്സെ ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് നിങ്ങളെന്ന്. ഇന്ന് പിതാവ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും കുറെ അമ്മമാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ മലങ്കര കൺവെൻഷനിലൊക്കെ പോയിട്ട് ജയ് വിളിച്ചിട്ടുണ്ട്, സിസ്റ്റേഴ്സിനെ വേണമെന്ന്. പിന്നെ ഞങ്ങൾ ഒത്തിരിയേറെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണെന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ആയിരിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ആ വലിയ നിങ്ങളുടെ ആഗ്രഹത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ബിനി അച്ഛൻ ഈ കഥ തുറന്നിട്ടോ ബഹുമാനപ്പെട്ട ബിനിയച്ചൻ ഈ കോൺവെന്റിന് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ എന്തു പറഞ്ഞാലും അതൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. അത്രയേറെയാണ് ഈ കോൺവെന്റിന് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും. പിതാവ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഈ കോൺവെന്റ് ഇവിടെ തുടങ്ങുന്നതിൽ ആദ്യ അന്തം പങ്കാളിയായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ബിനിയച്ചൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഒരു പുതിയ വീട് വാങ്ങിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. എത്ര പ്രാവശ്യം പല വീടുകൾ കാണണമെന്ന്. ഞങ്ങള് ഡിട്രോയിറ്റിൽ ഇരുന്നതേ ഉള്ളൂ. ഇവിടെ വന്ന് ഞങ്ങൾ കുറെ പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ക്ലോസിങ്ങിന്റെ പേപ്പറുകളും ലോണിന്റെ പേപ്പറുകളും കുറെ സൈൻ ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ബിനിയച്ചനാണ്. ഞാൻ സിസ്റ്റർ ശാന്തിയോട് പറയുകയായിരുന്നു, സിസ്റ്റർ നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട് കുറെ പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുത്തത് മാത്രമല്ല ഉള്ളൂ, പക്ഷെ അച്ഛന്റെ നേതൃത്വത്തിലാണ് ഈ മനോഹരമായ ഒരു ഭവനം ഈ ഹ്യൂസ്റ്റൺ പ്രദേശത്ത് കണ്ടുപിടിക്കുന്നതിനും അതിന്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതും. പിന്നെ അച്ഛന്റെ 2 ആഗ്രഹം മാത്രമായിരുന്നു. ഒന്ന്, കോൺവെന്റിന് പറ്റിയ ഭവനം. രണ്ടാമത്തത്, പള്ളിക്കടുത്ത് ഒരു ഭവനം വേണം. അത് രണ്ടും അച്ഛൻ സാധിച്ചു തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷവും
ഈ ബ്ലെസ്സിങ് ഏറ്റവും മനോഹരമായി നടന്നെങ്കിൽ ഇത് അച്ഛൻ്റെ വലിയൊരു പ്രയത്നമാണ്. കാരണം ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങൾക്ക് പലരെയും അറിയില്ല, ഒരു ഫോൺ നമ്പർ പോലും ഇല്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ബ്ലെസ്സിങ്ങിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും എല്ലാ കാര്യങ്ങളും ചെയ്തത് ബഹുമാനപ്പെട്ട ബിന്നിയച്ചൻ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ വേണ്ട സപ്പോർട്ട്, ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു തന്നു. എപ്പോഴും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. അച്ഛൻ ഈ മേരിമക്കൾ സന്യാസി സമൂഹത്തോട് കാണിച്ച വലിയ സ്നേഹത്തിന്, ഈ ഒരു ഭവനം ഇവിടെ സ്ഥാപിതമാകുവാൻ അച്ഛന്റെ ആഗ്രഹത്തിന്, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം മേരിമക്കൾ സമൂഹത്തിന്റെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിൽ പ്രത്യേകം ഈ ഇടവകയുടെ സെക്രട്ടറി ജെയിംസ് അച്ചായനുണ്ട്. അച്ഛനോടൊപ്പം വലത് കൈയായിട്ട് പ്രവർത്തിച്ചത് ജെയിംസ് അച്ചായനാണ് ഈ വീട് വാങ്ങിക്കുന്നതിൽ. പലപ്പോഴും ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ മാത്രമേ പല വീടുകളും കണ്ടിട്ടുള്ളൂ. അപ്പോഴെല്ലാം ഞങ്ങൾക്ക് പരിചയമുള്ള മുഖം ഈ ജെയിംസ് അച്ചായന്റെ മുഖമാണ്. അപ്പോൾ അച്ഛനോടൊപ്പം തന്നെ സഹയാത്രികനായിട്ട് ജെയിംസ് അച്ചായൻ ഉണ്ടായിരുന്നു ഈ ഭവനം വാങ്ങിക്കുന്നതിൽ. അതിന്റെ പിന്നിൽ ഒത്തിരിയേറെ ത്യാഗവും ഒത്തിരിയേറെ സമയവും ജെയിംസ് അച്ചായൻ ചെലവഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മേരിമക്കൾ സമൂഹത്തിന്റെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറയുന്നു. അതുപോലെ പള്ളിയുടെ സെക്രട്ടറി ട്രസ്റ്റി മിസ്റ്റർ സാലു, ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഈ ഭവനത്തിന് വേണ്ടുന്നതായ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തത് സാലുവാണ്. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, എല്ലാ കാര്യങ്ങളും തന്നെ. അതുപോലെ ഞങ്ങളെ പലയിടത്തും പോയി പരിചയപ്പെടുത്തി എപ്പോഴും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഭക്ഷണമുണ്ടോ. വളരെ താല്പര്യത്തോടു കൂടി സ്വന്തം എന്ന പോലെ ഞങ്ങളെ ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷിച്ച, ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന സാലുവിനെ ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതുപോലെ റിയലേറ്റർ മിസ്റ്റർ ബിനു അലക്സ്, ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് ഈ ഭവനം ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച് തന്നതിൽ ഒത്തിരിയേറെ അഭിമാനമുണ്ട്, ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ഭവനം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭവനം ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഇടയിൽ ഒരു കൊച്ചു ഡോക്ടറുണ്ട്. ഫോണിൽ കൂടെ നമ്മൾ വിവരം വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യും. അതുപോലെ അത്യാവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് ഫോണിൽ കൂടെ തരും, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് അത് പരിഹരിക്കുകയും ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട അനിയച്ചനാണ്. ഞങ്ങൾക്ക് വന്ന ഉടനെ പരിചയപ്പെടാൻ പറ്റിയില്ല, പക്ഷേ 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് പരിചയപ്പെടാൻ പറ്റിയത്. ഇവിടെ വന്ന് ഓരോ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും നടന്ന് ഈ വീടിന് എന്താണ് ആവശ്യം, ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പരിഹരിക്കണം, വീട് ബ്ലെസ്സിങ്ങിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, രാവും പകലും എന്നപോലെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഇവിടെ വരും, അത് ഓണാക്കി വെക്കും, ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കടയിൽ നിങ്ങളുടെ വരും, ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിത്തരും. അതുപോലെ തന്നെ ഈ ഞാൻ ഓർക്കുമായിരുന്നു, മാതാവിനൊരു ലൈറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അതൊക്കെ അത്യാവശ്യ കാര്യം അവർ പറഞ്ഞതുമല്ല. പക്ഷേ അതിനു വേണ്ടിയിട്ട് എത്രമാത്രം സമയം ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒരു കാര്യം പറഞ്ഞതിന് പേര് ചെയ്ത് നടത്തി തരാനുള്ള ആഗ്രഹം. പക്ഷെ രാത്രി മൊത്തം കൈവേദനയാണെന്ന് പറഞ്ഞാൽ പോലും പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഇവിടെ കാണും. അനിയച്ചാൻ ഞങ്ങൾക്ക് ഈ ഭവനത്തിന് വേണ്ടി ചെയ്തു തന്ന ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഒത്തിരിയേറെ നന്ദി ഞങ്ങൾ മേരിമക്കൾ സമൂഹത്തിന്റെ പേരിൽ. അതുപോലെ അനിയച്ചാന്റെ സഹായിയായിട്ട് രായിച്ചാന്, ബിജു, ജോണങ്കിള്, അവരെയൊക്കെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ വീടിന്റെ ഈ ബ്ലെസ്സിങ് ഇത്ര മനോഹരമായിട്ട് ഇവിടെ നടന്നെങ്കിൽ ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിച്ച കുറെ കമ്മിറ്റികളുണ്ട് ബഹുമാനപ്പെട്ട ബിന്നി അച്ഛന്റെ നേതൃത്വത്തില്. റിസപ്ഷൻ കമ്മിറ്റി, പാർക്കിംഗ് കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, അങ്ങനെ സൗണ്ട് സിസ്റ്റം, ഒത്തിരി പേരുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര്. അതുപോലെ കഴിഞ്ഞ ദിവസം ന്യൂ മെക്സിക്കോ പോയിട്ട് എല്ലാവരും മടുത്താണ് വന്നത്. എങ്കിൽ പോലും ഒട്ടും മറങ്ങാതെ തന്നെ ഇവിടെ വന്ന് ഈ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ ചെയ്തവരുണ്ട്.
ഫുഡ് കമ്മിറ്റി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ കമ്മിറ്റിക്കാരും, ഓരോരുത്തരും എടുത്തു പറയുന്ന എല്ലാ കമ്മിറ്റിക്കാരെയും ഞങ്ങൾ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങൾ ഈ ബ്ലെസ്സിങ് ഇവിടെ ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളുമാണ്. എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിച്ച് അതുപോലെ ഇവിടെ ഫോട്ടോസ് ഞങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് തന്ന് അത് ഭിത്തിയിൽ സാധാരണ ഒരു ഫോട്ടോ നമുക്ക് പ്രിന്റ് ചെയ്ത് തരുത്തേ ഉള്ളൂ. പക്ഷെ ഇല്ല, അത് ഞാൻ തന്നെ വെച്ച് തരണമെന്നുള്ള വാശിയോടുകൂടി ഇവിടെ വന്ന് എല്ലാം കൃത്യമായിട്ട് വെച്ച് തന്ന സജുവിനെ ഞങ്ങൾ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മാതാവ് ഇരിപ്പുണ്ട്. വന്നപ്പോഴത് പെയിന്റ് അടിക്കേണ്ട ഒരു ആവശ്യം വന്നു. പക്ഷെ പലരെയും സമീപിച്ചപ്പോഴും ഞങ്ങൾക്ക് അത് അസാധ്യമെന്ന് തോന്നി. പക്ഷെ എങ്കിലും അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു കാവൽമാലാകെ ദൈവം തന്നു. റോയി, പിന്നെ ജോൺ അങ്കിളിന്റെ മകന്, അത് ഞങ്ങൾ ആ മാതാവ് ഞങ്ങളുടെ ഞങ്ങൾ നേരത്തെ പെൻസിൽവേനിയയിലായിരുന്നു. പെൻസിൽവേനിയ മുതൽ ഞങ്ങളുടെ കൂടെ വരുന്നൊരു മാതാവാണ്. അപ്പൊ മാതാവിനെ ഫ്രണ്ടിൽ തന്നെ വെക്കാനായിരുന്നു ആഗ്രഹം. അത് റോയി അത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഈ ബ്ലെസ്സിങ്ങിന് മുന്നിൽ തന്നു. പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ വീടിന്റെ മുന്നിൽ ഡെക്കറേഷൻസ് ചെയ്ത ബിജു, ബിനു അലക്സ്, ജോസ്റ്റാൻ, എബി, അതുപോലെ കുറെ പേര് ഇന്നലെ ഇവിടെ വൈകിട്ട് വന്ന് ഈ ഡെക്കറേഷൻസ് ഒക്കെ നടത്തി. എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ സൗണ്ട് സിസ്റ്റം ബിനുവിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഫോട്ടോ എടുത്ത ബിനു, രഞ്ജിത്ത് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ പല വിധത്തിൽ സഹായിച്ച ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഞങ്ങളെ കുറഞ്ഞ നാളുകൾ, ഏകദേശം ഒരു മാസമായി ഇവിടെ മാസമാകുന്നു വന്നിട്ട് പല വിധത്തിൽ സഹായിച്ച ഒത്തിരി പേരുണ്ട്. ഏറ്റവും ഞങ്ങൾക്ക് നന്ദിയോടുകൂടി ഓർക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞ മാസം ഈ ഭവനത്തിൽ നിന്നും ഇവിടെ വന്ന് ബ്ലെസ്സിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഇവിടെ ശൂന്യമായ ഒരു വീടായിരുന്നു. ഞങ്ങൾ പക്ഷെ തിരിച്ച് ഒക്ടോബർ 21 ഇവിടെ വന്നപ്പോൾ ഈ വീട് വളരെ മനോഹരമായിട്ട് കുറേ നല്ല പുതിയ ഫർണിച്ചറുകളായിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടിരിക്കുമായിരുന്നു. അത് ഈ പള്ളിക്കാരുടെ വലിയ സംഭാവനയാണ്. ഹ്യൂസ്റ്റൺ പള്ളി ഇടവകയുടെ വിലതാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇടവകങ്ങൾ എല്ലാവരും നിങ്ങളുടെ ത്യാഗമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നത്. അച്ഛനോടും ഇടവകങ്ങളോടും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഫർണിച്ചർ ഓർഡർ ചെയ്തപ്പോൾ നമ്മുടെ ഐക്കോൺ ഫർണിച്ചർ അവർ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ബെഡ്റൂം സെറ്റ് ഫ്രീ തന്നു. ഐക്കോൺ ഫർണിച്ചറുകാരെ ഞങ്ങൾ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവരെയും പറഞ്ഞു തോന്നിയെങ്കിലും ഇവിടെ ഞങ്ങളെ ഈ കുറച്ച് നാളുകളിൽ ഞങ്ങൾ വന്ന് ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം ഓർത്ത് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരു തവള ഒരു കുളത്തിൽ കിടന്നാലൊക്കെ ആ തവള വിചാരിക്കും ആ കുളമാണ് അതിൻ്റെ ലോകമെന്ന് വിചാരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് പോയി ഒരു നദിയിലോട്ട് പോയാൽ വിചാരിക്കും അതായിരിക്കും അത് അതിൻ്റെ ലോകമെന്ന്. പക്ഷെ ഒരു കടലിലോട്ട് ഇറങ്ങി ചാടിയാലോ ഇതാണോ ലോകമെന്ന് അത് വിചാരിക്കും. ഇതുപോലെയാണ് ഞാനും സിസ്റ്റർ ശാന്തിയും ആദ്യം പെൻസിൽവേനിയ വന്നു. അവിടെ ഒരു മലയാളിയെ പോലും കാണാനില്ലായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണമായിരുന്നു ഒരു മലയാളിയെ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഡിട്രോയിറ്റിലോട്ട് വന്നു. അവിടെ 5 വർഷം ഉണ്ടായിരുന്നു ഞങ്ങൾ. അവിടെ ചെന്നപ്പോൾ കുറേ മലയാളികളെ കണ്ടു. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും വിചാരിച്ചു. അത് കഴിഞ്ഞ് ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ ഇതാണോ ഇത്രയും മലയാളീസ് വിചാരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഏരിയയാണ് മിഷൻ പ്രവർത്തനത്തിനായിട്ട്. മേരി മക്കളുടെ ക്യാരിസം അനുസരിച്ച് മിഷൻ പ്രവർത്തനത്തിനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ബഹുമാന അഭിമന്യ പിതാവിന്റെയും അതുപോലെ ഇടവകങ്ങളുടെയും ആഗ്രഹമനുസരിച്ച് മേരി മക്കൾ സന്യാസിനി സമൂഹത്തിന്റെ ക്യാരിസം ഈ ഇടവകയിൽ നിവർത്തിയാക്കപ്പെടുവാൻ, ഞങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശത്തിന് അനുഗ്രഹപ്രദമാകുവാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി പറഞ്ഞു. അതുപോലെ സിസ്റ്ററിന്റെ റിലേറ്റീവ്സ് ഇവിടെ ഉണ്ട്, അവരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ ന്യൂ മെക്സിക്കോ സാന്റഫേ യാത്രയിൽ പങ്കെടുത്തവരുണ്ട്, അവരും വന്നിട്ടുണ്ട്, അവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അങ്ങനെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്കിനി ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒരു ക്രമീകരണം കൂടി ഒന്ന് അറിയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടുള്ള നിൻ സർവ്വ
കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആഹാരത്തെയും നിന്റെ കൃപകളെയും ഓർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഈ ഭവനത്തിൻ്റെ ആശീർവാദ സന്ദർഭത്തിൽ ഞങ്ങളുടെ സന്തോഷത്തിനായി ഞങ്ങളെ ആനന്ദം പങ്കുവയ്ക്കുവാനായിട്ട് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇതൊരുക്കിയ ഈ ഇടവകയിലെ സുമനസ്സുകളെ അനുഗ്രഹിക്കണമേ. അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇനി ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ഭവനം അനുഗ്രഹത്തിൻ്റെ ഭവനമായി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭവനമായി, എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഭവനമായി ഇതിനെ പൂർത്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവയെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതായ പ്രാർത്ഥനകളും ആശീർവാദവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കണമേ. ഇത് പങ്കുവയ്ക്കുന്ന വഴിയായിട്ട് ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അവിടുന്ന് വളർത്തണമേ. പിതാവേ, സർവ്വതും അങ്ങയുടെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു. Bless us, O Lord, and this food we are about to receive from your bounty through Christ our Lord. Amen. Enjoy your dinner. രണ്ട് കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതാണ്. And relate Mr. Andrew Alex. അലക്സ് കലവറയിലാണ്. നമുക്ക് പുറത്ത് എല്ലാവരും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങി